പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ ജാരംഗിൽ 18,530 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോഡ്, വ്യാവസായിക വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 1:45 ഗോലാഘട്ടിലെ അസം ബയോ എഥനോൾ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ റിഫൈനറി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും. മിസോറാം, മണിപ്പൂർ സന്ദർശനത്തിന് ശേഷമായിരുന്നു പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ടോടെ അസമിൽ എത്തിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, നാടിനെ ഇളക്കിമറിച്ചുള്ള ഒരു റോഡ് ഷോ, ഇന്ന് 10,000-ലേറെ കോടി രൂപയുടെ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. നിർണായകമായിട്ടുള്ള സന്ദർശനമാണ് രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ഇന്നലെ മിസോറാമിലും മണിപ്പൂരിലും സന്ദർശിച്ചതിന് ശേഷമാണ് വൈകിട്ടോടുകൂടി അസ്സാമിലെത്തിയത്. അസ്സാമിൽ ഗുവാഹത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. അവർ അസ്സാമിന്റെ തനത് കലാ സാംസ്കാരിക രൂപങ്ങളോടുകൂടിയായിരുന്നു പ്രധാനമന്ത്രിയെ അസ്സാമിന്റെ മണ്ണിലേക്ക് വരവേറ്റത്. അവിടെ ഇന്നലെ ആ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. രാജ്യത്തിന്റെ നിലവിലെ ശക്തിയെക്കുറിച്ചും ഒപ്പം ഭീകരവാദത്തിന്, പാകിസ്ഥാൻ എടുക്കുന്ന ഭീകരവാദ നിലപാടിന് ഭാരതം നൽകിയിട്ടുള്ള മറുപടിയെക്കുറിച്ചും പ്രധാനമന്ത്രി വ്യക്തമാക്കിയുണ്ടായി. കൂടാതെ പുതിയ ഭാരതം സുരക്ഷയിലും ആത്മാഭിമാനത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന പ്രഖ്യാപനം കൂടി വടക്കുകിഴക്കൻ മേഖലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയിരുന്നു. ഇന്ന് അസമിൽ ധാരംഗിൽ നടക്കുന്ന പരിപാടിയിൽ 18,530 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അത് റോഡ്, കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലെ പദ്ധതികളാണ് 18,530 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ ഉച്ചയ്ക്ക് ഗോലാഘട്ടിൽ അസം ബയോ എഥനോൾ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ റിഫൈനറി പ്ലാന്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഇന്നലെ മിസോറാമിൽ, രാവിലെ അദ്ദേഹം എത്തിയത് മിസോറാമിലായിരുന്നു. ഇന്നലെ അവിടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മണിപ്പൂരിൽ പ്രധാനമന്ത്രിയുടെ നിർണായക സന്ദർശനം എന്ന് തന്നെ പറയാം. മണിപ്പൂരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളോട് ഭാരതം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം, സമാധാനം പാലിക്കണം, പരസ്പരം പോരടിക്കുന്ന സംഘടനകൾ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് എത്തണമെന്നും മണിപ്പൂരിൽ സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പുതിയ പുലരികളാണ് പുതിയ തലമുറയ്ക്ക് ആവശ്യം എന്നുള്ളത് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അവിടെ 1,200-ലധികം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിൽ വടക്കുകിഴക്കൻ മേഖലയിൽ മിസോറാമിലും മണിപ്പൂരിലും അസ്സാമിലും ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, മണിപ്പൂരിൽ കുക്കി, മേധി വിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിന് ഇരയായവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംസാരിച്ചു. അവരുടെ വിഷമങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഭാരതം മുഴുവൻ ഒപ്പമുണ്ട് എന്ന ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഖി.